എവിടെയാണോ അയാള്? വരും വരുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് സമയത്രായി. ഇപ്പൊ എത്തും സാർ. അങ്ങനെ എത്തുമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റുന്ന കേസല്ല ഇത്. എന്റെ കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടതിന്റെ വേദന, ജീവൻ വിട്ടുപിരിയുന്നതിന് മുമ്പ് അവൻ അനുഭവിച്ച പിടച്ചിൽ ഒക്കെ എനിക്ക് അവളെ മനസ്സിലാക്കിക്കണം. അതിനു വേണ്ടിട്ടാ അവള് പുറത്തിറങ്ങുന്ന ദിവസവും കാത്ത് ഞാൻ ഇത്രയും നാളും. വിളിക്കണോ അയാളെ? ദേ, ഞാൻ ഒന്നുകൂടി ചോദിക്കുക, ആൾ എഫിഷ്യന്റ് ആണല്ലോ? അവള് കയ്യിൽ നിന്ന് വഴുതി പോയിട്ട് അവസാനം ഞഞ്ഞാ കുഞ്ഞാ പറഞ്ഞാലുണ്ടല്ലോ. ഒലത്തി അങ്ങനെ ഞഞ്ഞാപിഞ്ഞാന്ന് പറയാൻ വേറെ ആളെ നോക്കണം. ഏറ്റെടുത്ത പണി ബാക്കി വെക്കുന്ന ശീലം ബാലംപിള്ളയ്ക്കില്ല. അങ്ങനെ ഒരാളെയാ എനിക്കും വേണ്ടത്. എന്നാലേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. കൈ വെട്ടണോ, കാല് വെട്ടണോ, അതോ ആളിനെ തന്നെ കാച്ചി കളയണോ? എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പക്ഷേ ഓരോന്നിനും ഓരോ റേറ്റാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഒറ്റ വെട്ടിന് കൊല്ലരുത്. അത് അവക്ക് മോക്ഷം കൊടുക്കുന്ന പോലല്ലേ. അനുഭവിക്കണം. ഓരോ നിമിഷവും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലും അവൾ ആശിക്കണം. ഒരിറ്റ് വെള്ളം കുടിക്കാൻ കിട്ടാതെ, പുറം ലോകം കാണാനാവാതെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഒരു യുഗം പോലെ അനുഭവിച്ച് തീർക്കണോ അവള്? എന്തിനും നമുക്ക് വകുപ്പുണ്ടാക്കാന്ന്. വിശ്വസിക്കാമോ എനിക്ക്? ഒലത്തി. വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, ബാലന് വേറെ പണിയുണ്ട്. ഇയാൾക്ക് പറ്റിയ അഴവഴമന്മാര് വേറെ വരും. നിക്കടോ. ഇത് ബാലന് ഇഷ്ടമല്ല. കാര്യങ്ങൾ നേരെ ചൊവ്വ വേണം. എന്റെ വിഷമം കൊണ്ടാ ബാലൻപിള്ള. എന്റെ കിരൺ, ഇരട്ട പെറ്റ സഹോദരങ്ങളാ ഞങ്ങൾ. ഒരു നിമിഷത്തിന്റെ വ്യത്യാസം കൊണ്ട് മാത്രം എനിക്ക് ഇളയവനായവൻ. ഞങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ പോലും വിഷമായിരുന്നു. ഒരിക്കലും പിരിയാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവർ. പക്ഷേ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്ന പപ്പയ്ക്ക് തോന്നിയ ഒരു ആഗ്രഹം, ദുബായിൽ ഒരു ബിസിനസ് സാമ്രാജ്യം. പപ്പയുടെ ആഗ്രഹം പേറി ഞാൻ ദുബായിലേക്ക് പറഞ്ഞു. അവിടെയെല്ലാം നോക്കി നടത്തുന്ന ചുമതല എനിക്കായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവനും. ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ പിരിയുന്നത് അന്ന. എന്നിട്ടും അവന്റെ മനസ്സിലൊരു പെൺകുട്ടി ചേക്കേറിയപ്പോ അവൻ ആദ്യം വിളിച്ചത് എന്നെയായിരുന്നു. എടുത്തു ചാടരുത്, എല്ലാം നമുക്ക് ശരിയാക്കാന്നൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ അവക്ക് വേണ്ടത് ജീവിതമായിരുന്നില്ല, എന്റെ അനിയന്റെ ജീവനായിരുന്നു, എന്റെ കിരണിന്റെ ജീവൻ. അവന്റെ മൃതദേഹം നോക്കി ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിച്ചിട്ടില്ലടോ. ഉള്ളിലെ വിങ്ങൽ കണ്ണീരായി പുറത്തു കളഞ്ഞ് പകയുടെ അഗ്നി കെടുത്തരുതെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഞാനത് ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. അവളുടെ കണ്ണീരും നിലവിളിയും കൊണ്ടുവേണം എനിക്ക് അവന് ഉദവക്രിയ ചെയ്യാൻ സാറേ. ആളിനെ തിരിച്ചറിയാനൊരു ഫോട്ടോ ഇങ്ങ് തന്നാ മതി. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം തൂക്കിയെടുത്തിവിടെ കൊണ്ടിട്ട് വരും. പിന്നീട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്തിനും പോകുന്ന പിള്ളേരുണ്ടെന്ന് എന്റെ കയ്യിൽ. പക്ഷേ അതെ, ദമ്പിടി അച്ചട്ടായിരിക്കണം. അത് ഞാൻ ഏറ്റെടും. എനിക്ക് കിട്ടിയ സ്വത്തിന്റെ പകുതി അനുഭവിക്കേണ്ടവൻ അവൻ. കോടികളുടെ മുതല. അവന് വേണ്ടി അതിൽ നിന്ന് എത്ര ചെലവാക്കാനും എനിക്ക് സന്തോഷം. എന്നാ ബാലൻ റെഡി. കണക്കൊന്നും പറയണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ തരും. എന്നാ ശരി മിത്ര, പാടോ.
ഇവിടെ ആരുമില്ലേ? പാർവതി, 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 ഒരു പണിയും ചെയ്യാൻ സമയമില്ലാണ്ടായോ നിനക്ക്? എന്താ ഇവിടെ അതിന് മാത്രം തിരക്ക്? ഇവിടുത്തെ ജോലിയൊക്കെ പിന്നെ ആരാ ചെയ്യണേ? എന്റെ കുട്ടി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടിപ്പൊ കുറ്റവും. താൻ മിണ്ടണ്ട, ഞാൻ ഇവളോടാ ചോദിച്ചേ, ഇവള് പറയട്ടെ. കുറ്റം നിങ്ങളുടെ ആണാച്ചാലും ഇവളത് പറയോ? ആ, അപ്പൊ കുറ്റം എനിക്ക്. എന്താ അമ്മേ, തെറ്റ് എന്റെ തന്നെയല്ലേ? ഞാനല്ലേ നോക്കേണ്ടത്, അതിനെന്തിനാ അച്ഛനെ കുറ്റം പറയണേ? ഒരു കൈപ്പിട പറ്റിയെന്ന് വെച്ച് ഇങ്ങനെ ചാടി തുള്ളണോ? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒടുവിൽ എല്ലാ കുറ്റവും എന്റെ തലയ്ക്ക്. എന്റെ അച്ഛൻ എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന് എന്റെ കുട്ടിക്ക് മനസ്സിലായില്ലേ? ജയിലിൽ നിന്ന് എന്റെ മോളും ഇറങ്ങുക. മോളോ? ഏതു മോള്? ഇതാ എന്റെ മോള്. എന്തു പറഞ്ഞാലും മാളുവെച്ച് അച്ഛന്റെ മോളല്ലാതെ ആവില്ല. അച്ഛന്റെ മോള് തന്നെയാ, പക്ഷെ അവള് 19ാമത്തെ വയസ്സിൽ മരിച്ചില്ലേ? ഇങ്ങനെ പറഞ്ഞു വെച്ച് എന്റെ മോള് മരിക്കില്ലല്ലോ. ജയിലിൽ നിന്നിറങ്ങി ഇങ്ങടല്ലാതെ എന്റെ കുട്ടി എങ്ങടാ പോവാ? സ്വയം വഴി തെരഞ്ഞെടുത്തോളല്ലേ, എങ്ങടാന്ന് വെച്ചാ പൊക്കോട്ടെ. അയ്യോ അമ്മേ! അയ്യോ സുഭദ്രേ, എന്താ നീ കാണിക്കണേ? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കണേ? എന്റെ കുട്ടിയെ രക്ഷിക്കാൻ പോലും എനിക്ക് ആവണില്ലല്ലോ. സ്വന്തം മോളോട് എന്തിനാ ഇങ്ങനെ ക്രൂരത? നീ തന്നെ അത് പറയണം. 10-30 കൊല്ലം എന്റെ കൂടെ ജീവിച്ച് എന്നെ അടുത്തറിഞ്ഞ നീ തന്നെ അത് പറയണം. നിന്റെ ആഗ്രഹം പോലെ മോളെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ എങ്ങനെയും പൊക്കോളാം. എന്റെ അച്ഛനെ ഞാൻ എങ്ങോട്ടും വിടില്ല. അച്ഛൻ എങ്ങോട്ടും പോവണ്ട. വന്നിരിക്കുന്നു. എന്താ ഇങ്ങനെ? ഓരോ ദിവസം എന്തുമാത്രം മരുന്നാ ഈ ശരീരത്തിൽ ചെല്ലുന്നത്? അതിന്റെ ചൂടൊക്കെ കുറയ്ക്കാൻ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞതല്ലേ? അതെ, എന്റെ ശരീരവും മനസ്സും ചൂടാ. വെറും ചൂടല്ല, അഗ്നി. അതണയ്ക്കാൻ പെരുമഴ പെയ്താലും സാധിക്കില്ല. ഇനിയും എന്തിനാ ഇത്രയും വാശിയും വൈരാഗ്യവും? ഈ വാശിയും വൈരാഗ്യവും തമ്പിയോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. മുംബൈയിലെ തെരുവോരങ്ങളിൽ കിട്ടുന്നത് എന്തും വിറ്റു നടന്ന കാലത്ത് ജീവിതം വെട്ടിപ്പിടിക്കണമെന്നൊരു വാശിയായിരുന്നു. പട്ടിണി കിടന്നും നരകിച്ചും അന്ന് ചൊരുക്കൂട്ടി നേടിയതാ ഇന്ന് കാണുന്നതൊക്കെ. മുണ്ടും മുറുക്കി കുത്തി അന്ന് എന്നോടൊപ്പം ഒരുപാട് പട്ടിണി കിടന്നില്ലേ ആനന്ദ നീ? അന്നും ഒരു ലക്ഷ്യത്തിൽ മനസ്സുറപ്പിച്ചാൽ അത് നേടും വരെ എനിക്ക് വിശ്രമമില്ലായിരുന്നു. ബിസിനസ് സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്നതിനിടയിൽ 3 മക്കളെയും നേടി നമ്മൾ. താഴെ വച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വച്ചാൽ പേനരിക്കുമെന്ന് പേടിച്ച് താഴത്തും തലയിലും വയ്ക്കാതെ നമ്മൾ വളർത്തി. എന്നിട്ട് അതിലൊരുവനെ പിടഞ്ഞു മരിച്ച എന്റെ മോനെ ഞാൻ മറക്കണോ ആനന്ദം? മറക്കണമെന്നാണോ? ഇത്രയും വർഷം കഴിഞ്ഞില്ലേ? ഇനിയും അത് ഓർത്ത് നേർന്നത് കാണാൻ എനിക്ക് വയ്യ. ആനന്ദം, കണ്ണീരും ഗദ്ഗതവും കൊണ്ട് എന്റെ മനസ്സിലെ പകയണയ്ക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. മരിച്ചുപോയ നമ്മുടെ മകനെ ഓർത്തിട്ട് എന്റെ മനസ്സിലേക്ക് കൊടുങ്കാറ്റൂതി തരേണ്ടവളാ നീ. ആ കൊടുങ്കാറ്റിൽ എനിക്കവളെ 6 കൊല്ലം കഴിഞ്ഞ് അവൾ സർക്കാരിന്റെ കരുണയോടെ ഇറങ്ങുന്നു. ഞാൻ ഇത്ര നാളും കാത്തിരുന്ന ദിവസം എവിടെ അവൻ? അവൻ പുറത്തെവിടെ പോയിരിക്കുക. അവനും മറന്നോ കൂടപ്പിറപ്പിനെ? വിളിക്കാവനെ. എന്താ കാര്യം? ആടിപ്പാടി നടന്നോ? ഒരു കാര്യത്തിന് വിളിച്ചാൽ കാണില്ല. മണ്ണായി തീർന്നു പോയാ പിന്നെ എന്ത് സഹോദര ബന്ധം? അനിയൻ മരിച്ചെന്നറിഞ്ഞപ്പോ എല്ലാം വിട്ടെറിഞ്ഞു വരുന്നു. അവന്റെ മരണത്തിന് അവളെ കൊണ്ട് കണക്ക് പറയിക്കുമെന്ന് പ്രതിജ്ഞ.
എന്നിട്ട് 6 വർഷം കഴിഞ്ഞപ്പോ എല്ലാം ആറി തണുത്തു അല്ലേടാ? ആറി തണുക്കാൻ പുറം ലോകത്തേക്ക് അവളെ കാലെടുത്ത് വെക്കുന്ന നിമിഷം ഇവിടെ അച്ഛന്റെ മുന്നിൽ അവളെ എത്തിക്കാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എത്രയോ തവണ മരണം വന്ന് മുഖാമുഖം നിന്നിട്ടും തമ്പി അതിനെ തട്ടി മാറ്റിയത് ഇതിനു വേണ്ടിയിട്ടാ, ഈ ദിവസത്തിന് വേണ്ടി. തമ്പിയുടെ കോടതിക്ക് മുമ്പിൽ ദയ തേടി അവൾ വന്ന് നിൽക്കണം. ഇല്ല, തമ്പി അവൾക്ക് ഒരു ശിക്ഷയെ വിധിക്കൂ. പതുക്കെ, വളരെ പതുക്കെ, എല്ലാ നരകയാതനകളോടും കൂടി ഒരു മരണം. അതോ പുഴുത്ത പട്ടിയെപ്പോലെ നേടുന്നൊരു ജീവിതമോ? ഏതാണ് അവൾക്ക് കൊടുക്കേണ്ടത്? പുഴുത്ത പട്ടിയെപ്പോലൊരു ജീവിതം, അതാവും അവൾക്ക് ചേരുക. എന്റെ പാതി ജീവൻ പറിച്ചെടുത്തോണ്ട് പോയവളാ. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.